വെൽക്കം ബാക്ക് ടു OTA. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ വന്നേക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റിനെ നമുക്ക് മെൻഷൻ ചെയ്യണ്ടേ. This is none other than OTA-യുടെ എഡിറ്റർ മെൽവിൻ. അതെ, പിറക്കുന്നുണ്ടല്ലോ. ഇവന് മുഖം കാണിക്കാൻ ഭയങ്കര മടിയാ, സത്യം പറഞ്ഞു. അത് മടിയാ. എന്നിട്ട് എന്തിനാണ് നീ ഇവിടെ വന്നത്? അന്തസ്സുണ്ടോടാ ഇവിടെ വന്നിരിക്കാൻ? എസ്തെറ്റിക് ആണ് ഇവരുടെ മോൻ. അങ്ങനെ ഡീപ്പ് എസ്തെറ്റിക് കഴിഞ്ഞ് വേറൊരു വാക്കുണ്ട്, അത് പറയാൻ പറ്റും. സെൻസർ ചെയ്യാം. അത് നിന്നോട് മാത്രമേ എന്തോ അയ്യോ അയ്യോ മേലാത്തോണ്ടാ ഇവിടെ മറച്ചു വെക്കുന്നത്. വയ്യ, പല്ല് പോയി. അല്ല, ഒരു കാര്യം ചെയ്യാം, പരിപാടി തീരുമ്പോഴേക്ക് എനർജി തീരും. സ്വസ്ഥായിട്ടാണ് ഞാൻ മൂലക്ക് ഇരുന്നു. എന്നെ ഇന്ന് തേക്കുമെന്ന് തോന്നുന്നു. ലേസർ അല്ല, സ്ട്രോ. സസ്റ്റൈനബിലിറ്റി ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രോയാ. അതായത് നമ്മളിപ്പം പിന്നെ ഇതിനകത്തൊരു സാധനം കൂടെ ഉണ്ട്. എന്ത് ചെയ്യണം അത്? ഞാൻ ഒന്നെടുത്തോട്ടെ. വലിച്ചെടുക്കും. ഊതാനും വലിക്കാനൊക്കെ നിനക്ക് അല്ലടാ ശീലം. ബ്രഷ് ഒക്കെ ഉണ്ടോ? ക്ലീൻ ചെയ്യാൻ ഇതിന്റെ കൂടെ അവര് കരുതലോട് ബ്രഷ് വരെ തന്നിട്ടുണ്ട്. അതും എക്സ്പാൻഡബിൾ ഉണ്ട്. നമ്മളിപ്പോ ട്രാവൽ ഒക്കെ ചെയ്യാന്ന് വെച്ചോ, എല്ലായിടത്തും സ്ട്രോ ഒന്നും ഇല്ല, കിട്ടേണ്ടി വരത്തില്ല. അതല്ല, നമ്മൾ യൂസ് ആൻഡ് ത്രോ അല്ലേ അത്രയും വേസ്റ്റ് വരും. ഇതിപ്പോ നമ്മൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കയ്യിലുണ്ട്, നമുക്ക് ആ കോഫി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട്. ഒരു വർഷം താങ്കൾ എത്ര സ്ട്രോ ഉപയോഗിക്കുന്നത് താങ്കൾക്ക് അറിയാമോ? പിന്നെ ഒരു കാര്യമുണ്ട്, പലയിടത്തും തന്നെ നോക്കട്ടെ, ഞാൻ അടച്ചു വെക്കട്ടെ. ഇത് പല്ല് വേണമെന്ന് ആക്ടിങ് ആയിരുന്നല്ലടാ. അല്ലല്ല, വേറെ ഞാൻ പറയട്ടെ, ഇത് ഇട്ടിട്ട് മറ്റേ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ക്യാനില്ലേ, അതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര പാടാണ്. ഒരു പാടുമില്ല, പാടല്ല. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പരിപാടിയാ. എന്നോടൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രോ എടുത്ത് അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് അങ്ങനെ വേണ്ട. എനിക്കും വേണ്ട. നീ പ്രൊഡക്റ്റ് കാണിച്ചോ? ഇല്ല. ഇതാണ് എന്റെ പ്രൊഡക്റ്റ്, അണ്ടർ ആം സ്വെറ്റ് പാഡ്. കൊണ്ടോന്ന് തന്നെ അതുപോലെ അറിയത്തില്ല, നോക്കി വായിക്കുക. ഇതൊരു ഹൈജീനിക് പ്രൊഡക്റ്റ് ആണ്. ഇതെന്നാന്ന് അറിയാൻ മനസ്സിലായോ? ഇല്ല. നിനക്ക് മനസ്സിലായോ? എനിക്കറിയാം, എന്നതാ കാണാതെ പഠിച്ചതൊക്കെ. അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല? ഇല്ല. ഇത് വർക്കിംഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതെ അതെ, ഉപയോഗിച്ച് നോക്കാം. സാധനം കൊണ്ടുവന്നിട്ട് ഇതാണ് പാഡ്. പാഡ്, സ്വെറ്റ് പാഡ്. കൈ വിറക്കണ്ട, കാണിച്ചു പൊട്ടിച്ച് കാണിക്കേ. ഇങ്ങനെ പൊളിയാണ്. ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇതെന്നെ കിഡ്നി? കിഡ്നി അല്ല, ഇതിന്റെ ഷേപ്പിംഗ് ഒരു മര്യാദ ഉപയോഗിച്ച് കാണിക്കത്തില്ല. ഇവിടെ ഇതിന്റെ ഇവിടെ ബനിയനേൽ ഒട്ടിക്കണം. ബനിയനല്ല ഒട്ടിക്കണ്ടേ. അടുത്ത ആദ്യമേ പറയണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞേ. നീ എന്നാ പറയാ, കഷത്തി ഒട്ടിക്കുന്ന കഷത്തിന്റെ അകത്തുള്ള ബനിയൻ. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഉപകാരം. വേർപ്പ് നമ്മുടെ ഇവിടെ വേർപ്പ് വരുമ്പോ ഭയങ്കര മണത്തില്ലേ, അതൊന്നും വരുന്നത്. അത് വലിച്ചെടുക്കും. വേർപ്പിന് മണമൊന്നും. കസ്തൂരിമാരാ. നീ ചുമ്മാ ആവശ്യമില്ലാത്തവരൊക്കെ കൊണ്ടുവന്ന് എന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് ഇതൊക്കെ ഒട്ടിപ്പിടിക്കൂ. ഇതെന്നെ അത് ഇവിടെ ഒട്ടിക്കാനുള്ള സാധനം. കൊള്ളത്തില്ല. അത് നീ ഒന്ന് ഒട്ടിച്ച് കാണിച്ചേ. അങ്ങനെയാണ് ഞാൻ റേറ്റിംഗ് മാറ്റി. ഫാബ്രിക്കല്ലേ ഇതേ പിടിക്കും. ഓരോ തട്ടിപ്പ് സാധനങ്ങളും കൊണ്ട് വന്നോളൂ. മമ്പിച്ച ഗസ്റ്റ് ആവട്ടോ. ഇത്ര നാളും നമ്മളുടെ ഗസ്റ്റ് വന്നിട്ട് ആദ്യമായിട്ടാണ് നീ ഇപ്പോഴത്തെ ടാസ്ക് എടുത്തത്. നമ്മളെല്ലാം പണ്ട് മേടിക്കണം എന്ന് വിചാരിച്ചൊരു ഐറ്റമാണ്. ഇല്ല, എല്ലാരും വിചാരിക്കുന്നു. നോക്കട്ടെ, കാസിയോടെ കാൽക്കുലേറ്റർ വാച്ച്. എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ലേന്നോ? നോക്കട്ടെ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇതിനകത്ത് 8 ഡിജിറ്റ് കാൽക്കുലേറ്റർ ആണ്. 10 വർഷം ബാറ്ററി ലൈഫ് ഉണ്ട്. പ്ലസ് 13 ലാംഗ്വേജിൽ ഡേയിൽ മൺഡേ ട്യൂസ്ഡേ അങ്ങനത്തെ സാധനം 13 ലാംഗ്വേജിൽ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ആകെപ്പാടെ നമുക്കറിയാവുന്ന 2 ലാംഗ്വേജിൽ. ഞാൻ ബാക്കി കൂടെ പറയട്ടെ, ഇത് തീർന്നില്ല. പിന്നെ ഇതിനകത്ത് ക്യാമറ പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് കറൻസി കൺവേർഷൻ ഉണ്ട്.
ഇതിനകത്ത് നമുക്ക് 15 ഫോൺ നമ്പർ സേവ് ചെയ്യാൻ പറ്റും. ലാൻഡ് ഫോൺ നമ്പർ പറ്റത്തുള്ളൂ. അല്ലല്ല, ഡേറ്റാ ബാങ്ക് നമ്പർ 25 ഡാറ്റ നമുക്ക് സേവ് ചെയ്യാം. അതായത് ഫോൺ കാണാൻ പോയാലും നമുക്ക് നമ്പർ കാൽക്കുലേറ്റർ ആണ് 3 into അവന് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നുമില്ല. പ്രൊഡക്റ്റ് ഉണ്ട് ഉപയോഗിച്ച് നോക്കാതെ എനിക്ക് റേസ് കാണണം. ഇങ്ങോട്ട് കാണിച്ചു, എനിക്ക് റേസ് ഉണ്ടോ നോക്കട്ടെ. ഇവിടെ കൊള്ളത്തില്ല വാച്ച് കൊള്ളാം, പക്ഷേ മറ്റേ ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പച്ച അടിക്കാം. ഏത് ചെയ്തില്ലെന്ന് ഇത് ഇത് ഒരു വിന്റേജ് സീരീസ് വാച്ചാണ്. ഈ മോഡൽ പലതും ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പണ്ട് കിട്ടുമായിരുന്ന കൊള്ളായിരുന്നു. ഇപ്പോഴത്തെ ഫോണിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാൽക്കുലേറ്റർ കിട്ടി. എത്ര രൂപയാണ് 2600 3000 രൂപയാണ്. ഇതാണ് എന്റെ കാര്യം. പിന്നെ ഇത് കൗതുകം ഉണർത്തിയോ? ഇല്ലല്ലേ, എനിക്ക് ഉണർത്തിയായിരുന്നു. അതൊരു ഫിഡ്ജറ്റ് ക്യൂബാ. നമ്മൾ മറ്റേ കറക്കത്തില്ലേ ഫിഡ്ജറ്റ് സ്പിന്നർ, അതുപോലെ ഒരു സിമിലർ ടോയാ. നമ്മളിപ്പോ സ്ട്രെസ് ഒക്കെ അടിച്ചിരിക്കുന്ന സമയമാണ് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഇല്ല നമ്മൾ എവിടെയെങ്കിലും ബോറടിച്ചിരിക്കുമ്പോ ചെയ്യാം. പിന്നെ പറഞ്ഞു തീർന്നില്ല, ചിലർക്ക് ഈ നഖം കടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ? നഖം കടിക്കുന്ന ഇതെനിക്ക് സ്ട്രെസ് കൂടി. ഞാൻ പറയട്ടെ, ഇപ്പൊ നീ എഡിറ്റ് ചെയ്യുന്ന ടേബിളിൽ ഇരുന്നാണ് നിനക്ക് ശീലം, നഖം കടി ശീലം അവിടെ വെച്ചാൽ മതി. അപ്പൊ നീ നഖം കടിക്കാൻ ഒരു ടെൻഡൻസി വരുമ്പോ ഇതെടുത്ത് ചുമ്മാ ഇങ്ങനെ. അല്ല, ഞാൻ നഖം കടിച്ചിട്ടതല്ലോ. അതൊരു ഫൺ ടോയ്. കറങ്ങുന്നില്ല, സ്ട്രെസ് കൂടും. അതെ അതെ, അങ്ങനല്ലേ? ഇതിപ്പോ ഇങ്ങോട്ട് മാത്രമേ കറങ്ങത്തുള്ളൂ. അല്ല, അപ്പൊ തിരിച്ചു വരാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധി വേണം. എടാ എങ്ങോട്ട് വന്നാലും അത് തന്നെ സാമാന്യ ബുദ്ധി വേണം. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കരുത്. എങ്ങോട്ട് വേണം ബിഡ്ജറ്റ് ഉണ്ടാക്കാൻ. ഞാനൊന്ന് കളിക്കുന്നത് കുഞ്ഞു പിള്ളേർക്കൊക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കഴിഞ്ഞാൽ പക്ഷെ പിള്ളേർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്നാലും കൗതുകം ഉണർത്തുള്ള കാര്യം കറക്റ്റ് അല്ലേ? അവര് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും. കുഞ്ഞു പിള്ളേരുടെ കാര്യം പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്ത കാര്യം ഞാനും പറഞ്ഞു. അവന്റെ സസ്റ്റൈനബിലിറ്റി കണ്ടാ പിള്ളേരടിച്ചത്. നീ തൊട്ട് നോക്കിയോടാ ഇത്. റെഡിയല്ലേ പോരെ? കൊണ്ടുപോവാ പിടിച്ചോ, എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് ഒരു ടാസ്ക് ഫസ്റ്റ് അടിച്ചില്ലായിരുന്നു, ഞാൻ പെട്ടെന്ന് കണ്ടു. ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. പോയാല് അരിപ്പൊടിക്ക് അത് അങ്ങനെ അടിക്കത്തില്ല. അരിപ്പൊടി വണ്ടി മുളക് പൊടിയാ കേരളം. ആ ടാസ്കിലേക്ക് കിടക്കാം. റെഡിയല്ലേ? ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചത്? പേര് പറ. ദ്രൗപദി. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? നരേന്ദ്രമോദിയാ. അപ്പൊ നോക്കിക്കോ പതുക്കെ. ഞാൻ ചോദിക്കാൻ പോകുന്ന ഫുൾ ഫോം ആണ്. KSEBയുടെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ഇലക്ട്രിക് ബോർഡ്. ഇലക്ട്രിക്കൽ ബോർഡ്. കുറച്ചും കൂടെ 5 സെക്കൻഡ് തരാം. 1 ഇലക്ട്രോണിക് 2 3 4 5. അതൊക്കെ നിർണ്ണയി തന്നെ മുങ്ങിക്കാൻ മുങ്ങണം. മുങ്ങി തിരിച്ച് മല പോലെ. PWDയുടെ ഫുൾ ഫോം മോനെ. PWD 48. അതിന് ഉത്തരം പറ. ഞാൻ മുക്കിയില്ല, മുക്കട്ടെ. PWD പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. കോട്ടയം ജില്ലയുടെ ആഭ്യന്തരമന്ത്രി ആരാ? പെട്ടെന്ന് പറയണേ സമയം. എനിക്ക് അറിയത്തില്ല. അല്ല, കോട്ടയം ജില്ലക്ക് ആഭ്യന്തരമന്ത്രി ഇല്ലല്ലോ. പിന്നെ ആഭ്യന്തരമന്ത്രി ഉള്ളത് എവിടെ? ആർക്കാ? അത് മൊത്തത്തിൽ ഇന്ത്യക്കില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാം. അടുത്ത ഫുൾ ഫോം വന്നിരിക്കുകയാണ് മോനെ. KWA. വെള്ളമോ? ഞാൻ വെള്ളോ? കേരള വാട്ടർ അതോറിറ്റി. OTPയുടെ ഫുൾ ഫോം തന്നെ. OTP. നമ്മള് ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യുമ്പോ അടിക്കുന്നത്. അത് മനസ്സിലായി. അതിന്റെ പർപ്പസ് എന്നാണ്? അത് മറ്റേ സാധനം വരുന്നത്. എന്നാ സാധനം? ഒരു സാധനം എന്തെങ്കിലും ലോഗിൻ ചെയ്യണമെങ്കിൽ അവരിപ്പോ നമുക്കൊരു നീ ഉപയോഗിക്കാറുണ്ട്? എത്ര വേണം ഉപയോഗിക്കാം. OTP വന്നു കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആകും. ഒരു OTP ഉപയോഗിക്കാൻ പറ്റും? അത് ഒരു തവണ പറ്റത്തുള്ളൂ. അപ്പൊ OTP എന്നതാ? 1 time
പാസ്വേഡ് അതെ 10 സെക്കൻഡ് മുമ്പ് പറയണായിരുന്നു. അമീബ ഇര വിഴുങ്ങുന്നത് എങ്ങനെ? അമീബ മറ്റേ സാധനമല്ല, ഇങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞു ഇര വിഴുങ്ങുന്നത് എങ്ങനെ? കാണത്തില്ലല്ലോ പിന്നെ ക്യാപിറ്റൽ ഓഫ് കേരള. കേരളക്ക് ക്യാപിറ്റൽ ഇല്ല. തിരുവനന്തപുരം. വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ? വെസ്റ്റ് ബംഗാൾ. സൗത്ത് ഇന്ത്യ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ വെസ്റ്റ് ബംഗാൾ എവിടാ? സൗത്ത്. എടാ വെസ്റ്റ് ബംഗാൾ പിന്നെ ഈസ്റ്റിൽ കൊണ്ടുപോകൂടാ. എടാ മണ്ട, വെസ്റ്റ് ബംഗാൾ ഈസ്റ്റിലാണ്. അത് ഈസ്റ്റിലാണ്. ഈസ്റ്റാണ് ഞാൻ പറഞ്ഞത്. നോർത്ത് ഈസ്റ്റ് ആണ്. ടാസ്ക് കംപ്ലീറ്റഡ്. കടലെവിടാ? നിനക്ക് പറഞ്ഞു തന്നോ കടലെവിടാ? ആലപ്പുഴയിലാന്ന് പറയണ. ഭൂമിയുടെ മേളിലാണോ ഭൂമിയുടെ താഴെയാണോ കടല്? ബിഗസ്റ്റ് സ്റ്റാച്ചു ഇൻ ദ വേൾഡ് ഏതാണ്? മഹാത്മാഗാന്ധിയുടെ. നരേന്ദ്രമോദിയാണോ? അല്ല, നരേന്ദ്രമോദിയോ?